സോ വെരി ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിന്, നമ്മുടെ ലേണിംഗ് കമ്മ്യൂണിറ്റിക്ക് വളരെ സ്പെഷ്യലായ ഒരു ദിവസമാണ്. സ്പെഷ്യൽ ഇൻ ദ സെൻസ് നമുക്കറിയാം PSC ഇപ്പം നടത്താൻ പോകുന്ന ഒരു എക്സാം ആണ് LST സെക്രട്ടറി എന്ന് പറയുന്ന എക്സാം. ഏറ്റവും ഉന്നത നിലവാരത്തിലേക്ക് കേരള PSC അതിനെ ബ്യൂറോക്രാറ്റിക് റിക്രൂട്ട് സിസ്റ്റം കൊണ്ടുപോകുന്നു. ആ സിലബസിലെ ഏറ്റവും ചലഞ്ചിങ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു ഏരിയ ആണ് ജനകീയാസൂത്രണം അഥവാ പീപ്പിൾസ് പ്ലാനിംഗ് എന്ന് പറയുന്ന മേഖല. അപ്പൊ നമുക്കറിയാം ആ മേഖല നമുക്ക് വളരെ സങ്കീർണമായ ഒരു മേഖലയാണ്. അപ്പൊ ആ മേഖലയെ പറ്റി പഠനം ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം റെഫർ ചെയ്ത പുസ്തകങ്ങൾ പോലും ബഹുമാന്യനായ മുൻ ഫിനാൻസ് മിനിസ്റ്റർ, റിനോട്ട് എക്കണോമിസ്റ്റ്, അക്കാഡമീഷ്യൻ, സർവോപരി പ്ലാനിംഗ് ബോർഡ് അംഗമായ ഡോക്ടർ തോമസ് ഐസക് സാറും പാട്രിക് ഹെല്ലർ സാറും തമ്മിൽ പ്രിപ്പയർ ചെയ്ത എസ്സേ ആയിരുന്നു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ കേരള. ആ എസ്സേ തന്നെയാണ് ഈ ഒരു എന്താ പറയാ സിലബസിൽ ആ ടോപ്പിക്കിൽ ഏറ്റവും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഏറ്റവും ഡീപ്പായിട്ടുള്ള ഇൻസൈറ്റ്സ് തരാൻ അദ്ദേഹം തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ എൻറ്റയർ ലേണിംഗ് കമ്മ്യൂണിറ്റിയുടെ സൈഡിൽ നിന്നും അദ്ദേഹത്തിനോട് ഞങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ബിക്കോസ് ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും ആഴത്തിൽ നമുക്ക് ക്ലാസ്സസ് മറ്റെവിടെയെങ്കിലും കിട്ടുമെന്നുള്ള സംശയമാണ്. സോ അദ്ദേഹത്തിനെ ഞാൻ വളരെ വിനയപുരസരം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി നേതൃത്വത്തിൽ അദ്ദേഹത്തിനെ ഈ ഒരു ഇൻസൈറ്റ്ഫുൾ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. സർ, വെൽക്കം ടു ദ സെഷൻ ആൻഡ് താങ്ക് യു ഫോർ ബീങ് ഹിയർ. യെസ്, നമസ്കാരം സർ. മലയാളത്തിൽ തന്നെയല്ലേ? യെസ് സർ, ഡെഫിനറ്റ്ലി മലയാളത്തിലാവണം. യെസ് സർ. അപ്പം ഈ ഒരു ടോപ്പിക് നമുക്കറിയാം, അങ്ങ് കേരള പ്ലാനിംഗ് ബോർഡ് അംഗമായിരിക്കുന്ന സമയത്താണ് ജനകീയാസൂത്രണം അഥവാ പീപ്പിൾസ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ആശയം ഇത്രയും വിപുലമായി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. അതിന് അനുഭവങ്ങൾ അങ്ങൊന്ന് ഷെയർ ചെയ്യും. എവിടുന്നായിരുന്നു കേരളത്തിൽ ഇതിന്റെ സാധ്യതയെ പറ്റി അങ്ങ് പഠിച്ചതും മനസ്സിലാക്കിയതും ഇത്ര വിപുലമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുമുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു എന്ന് ഞങ്ങൾ സ്റ്റുഡൻസിനോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും സർ. ഞാനൊരു മണിക്കൂർ ചിലപ്പോൾ 10 മിനിറ്റ് കൂടി എടുത്ത് അവതരിപ്പിക്കാം. അതിനുശേഷം പ്ലീസ് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് കൂടുതൽ വായിക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ 2 പുസ്തകങ്ങളുണ്ട്. 2 എൻ്റെത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്ന് പീപ്പിൾസ് പ്ലാനിംഗ്, കേരള ലോക്കൽ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഇത് സാമാന്യം പ്രസിദ്ധി ആർജിച്ച ഒരു പുസ്തകമാണ്. അതിന്റെ ഇന്റർനാഷണൽ എഡിഷൻ കാറ്റലൻ, പോർച്ചുഗീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിൽ പല എഡിഷനുകൾ വന്നിട്ടുണ്ട്. ഇതിപ്പോ റിവൈസ്ഡ് എഡിഷനാണ്. കഴിഞ്ഞ 25 വർഷക്കാലത്തെ അനുഭവങ്ങളെ കൂടി വിലയിരുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് കേരള അനദർ പോസിബിൾ വേൾഡ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഇതില് ഈ ഡീസെൻട്രലൈസേഷനെ കേരളത്തിന്റെ മൊത്തം വികസന ചരിത്രത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ലെഫ്റ്റ് വേർഡ് പ്രസ്സാണ്. ചിന്തയിൽ നിന്ന് ഇതിന്റെ കോപ്പികൾ നിങ്ങൾക്ക് വാങ്ങാനും കഴിയും. ശരി, തുടങ്ങാം. ആദ്യം എനിക്ക് പറയാനുള്ളത് 73-74 ഭരണഘടനാ ഭേദഗതിയാണ്. ഈ ഭേദഗതികളുടെ ഫലമായിട്ട് കീഴ്ത്തട്ടിലെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ടും മാറും. കൃത്യമായിട്ട് ഇലക്ഷൻ നടത്തുന്ന, ഫിനാൻസ് കമ്മീഷൻ വഴി പണം ലഭിക്കുന്ന, ആസൂത്രണത്തിന് പ്രത്യേക സംവിധാനമുള്ള, ഗ്രാമസഭ വഴി ജനങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നു. പക്ഷെ ഒരു സത്യം പറഞ്ഞാൽ നഗരസഭകളിൽ ഈ മാറ്റങ്ങളുടെ ഒരു നാടകീയത താരതമ്യേന കുറവായിരുന്നു. കാരണം നഗരസഭകൾ എന്ന് പറയുന്നത് കൊളോണിയൽ കാലഘട്ടത്തിൽ മുതൽ ഒരു ശക്തമായിട്ടുള്ള സംവിധാനമായി തുടരുന്ന ഒന്നായിരുന്നു.
എന്നാൽ പഞ്ചായത്തുകൾ അതിന്റെ നേർവിപരീതം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 73-74 ഭരണഘടനാ ഭേദഗതികളുടെ വലിയ ഇമ്പാക്ട് ഉണ്ടായത് പഞ്ചായത്ത് തലത്തിലാണ്. എങ്കിലും നഗരങ്ങളുടെയും നഗരസഭകളുടെയും അധികാരങ്ങൾ വിപുലപ്പെട്ടു, അവരുടെ വിഭവങ്ങൾ വർദ്ധിച്ചു, അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായി. ഇത് കേരളത്തിൽ, ഈ ഭേദഗതികൾ കേരളത്തിൽ നടപ്പാക്കിയത് മുകളിൽ നിന്നുള്ള ഒരു ഭരണപരിഷ്കാരമായിട്ടല്ല. ഇപ്പൊ സാധാരണഗതിയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടന്നത് ഭരണഘടന ഭേദഗതി വന്നു, അതിനെ തുടർന്ന് സംസ്ഥാന നിയമസഭ കൺഫോമിറ്റി ലെജിസ്ലേഷൻസ് പാസാക്കി, അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾക്ക് രൂപം നൽകി, അതിന്റെ അടിസ്ഥാനത്തിൽ മുകളിൽ നിന്ന് ആ ചട്ടങ്ങൾ അനുസരിച്ചുള്ള മാറ്റങ്ങൾ താഴ്ത്തലത്തിൽ കൊണ്ടു. ഇതാണ് ഇന്ത്യയിൽ പൊതുവെ നടന്നത്. എന്നാൽ കേരളത്തിൽ അങ്ങനെ അല്ല ഈ ഭരണപരിഷ്കാരം നടപ്പാക്കാൻ നമ്മൾ തീരുമാനിച്ചത്. ഈ ഭരണപരിഷ്കാരത്തിന്റെ സത്ത, വലിയ മാറ്റം, അത് പൂർണ്ണതയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ ഇച്ഛ സംസ്ഥാനത്തുണ്ടാവും. ഇന്നിപ്പോ ഇന്ത്യ മൊത്തത്തിലെടുത്താൽ ആരും 73-74 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചൊന്നും പറയാറില്ല. ഒരു കാലത്ത് എന്തായിരുന്നു അതിനെ കുറിച്ചുള്ള സംഭാഷണമെല്ലാം. എന്നാൽ ഇന്ന് അതിന്റെ 30-ാം വാർഷികം, കാൽ നൂറ്റാണ്ടിൽ സിൽവർ ജൂബിലി വന്നിട്ടും 30-ാം വാർഷികം വന്നിട്ടും ഇന്ത്യയില് ഒരു സെമിനാർ പോലും മാന്യമായിട്ടുള്ളത് കേരളത്തിന് പുറത്തുണ്ടായില്ല എന്നൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം. കാരണം ഇത് വലിയൊരു ഇടർച്ചയാണ്. കുറച്ചു പേർക്ക് അധികാരങ്ങൾ മുകളിലുള്ളവർക്ക് നഷ്ടപ്പെടുകയും അത് താഴത്തോട്ട് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതിനുള്ള രാഷ്ട്രീയ ഇച്ഛ വേണം. ആ രാഷ്ട്രീയ ഇച്ഛ ഇല്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളിലും മുന്നിലായിരുന്ന കേരളം ഈ അധികാര വികേന്ദ്രീകരണത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി കടന്നിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ വലിയ തോതിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അധികാരം താഴേക്ക് കൊടുക്കണം എന്നുള്ള മുദ്രാവാക്യത്തിന്റെ കീഴിൽ അണിനിരത്തുന്നതിന് വേണ്ടിയാണ് ജനകീയ പ്രസ്ഥാനം, സാമൂഹ്യ പ്രസ്ഥാനം ആരംഭിച്ചത്. അതാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആസ് എ പാർട്ട് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്. എങ്ങനെയാ സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടാക്കിയത്? അതിനു വേണ്ടിയിട്ട് ചെയ്ത മാർഗം, എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും വലിയ ഫണ്ട് നൽകും എന്നങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. പഞ്ചായത്തുകൾക്ക് 2 ലക്ഷം രൂപയാണ് അതുവരെ ഒരു വർഷം വികസന ഫണ്ടായി കൊടുത്തുകൊണ്ടിരുന്നത്. അത് 1 കോടി രൂപയായിട്ട് ഏതാണ്ട് വർദ്ധിക്കും. നഗരസഭകൾക്കും വളരെ തുച്ഛമായ പണമാണ് സർക്കാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അതും ഗണ്യമായിട്ട് ഉയർത്തും. അത് പ്രഖ്യാപിച്ചപ്പോ അത് താഴെത്തട്ടിൽ വലിയ ആവേശം ഉണ്ടാക്കി. പക്ഷേ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. ഈ പണം ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെലവഴിക്കുക എന്ന് സംബന്ധിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കണം. പക്ഷെ ആ പ്ലാൻ ആരെങ്കിലും 2 വിദ്വാൻമാർ എഴുതി ഉണ്ടാക്കിയാൽ പോരാ. ജനങ്ങളെ മുഴുവൻ ഗ്രാമസഭകളിലും വാർഡ് സഭകളിലും അണിനിരത്തി അവരെന്താ വേണ്ടതെന്ന് ചോദിക്കണം. അവര് പറയുന്ന കാര്യങ്ങള് ആ പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ റിസോഴ്സസ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് മുൻഗണന നിശ്ചയിക്കണം. ആ നിശ്ചയിച്ച മുൻഗണന പ്രകാരം ഓരോ പ്രൊജക്റ്റും എഴുതി തയ്യാറാക്കണം. ആ പ്രൊജക്റ്റുകൾ കൂട്ടിച്ചേർത്ത് ഒരു പ്ലാൻ ആക്കണം. ആ പ്ലാൻ സമർപ്പിച്ച് അംഗീകാരം നേടുമ്പോഴേ ഈ പണം കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് വലിയ അനൗപചാരിക വിദ്യാഭ്യാസം വേണം. നമ്മുടെ സംസ്ഥാനത്ത്
സ്കീമുകൾ നടപ്പാക്കിയുള്ള ശീലമേ ഉള്ളൂ. പ്രൊജക്റ്റുകളില്ല. മുകളിൽ നിന്നുള്ള ഏകമാന സ്വഭാവമുള്ള പരിപാടി എല്ലായിടത്തും നടപ്പാക്കാതെ സ്കീം. അതിന് പകരം പ്രൊജക്റ്റുകൾ ഉണ്ടാക്കിയാണ്. അതിന് പ്രത്യേക രീതി പറഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള വലിയ ബഹുജന വിദ്യാഭ്യാസം വേണം, സന്നദ്ധ പ്രവർത്തകർ വേണം. ഇത്രയും വലിയ പണം വരുമ്പോഴും ഇന്നുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും താഴത്തില്ല. ഒരു പഞ്ചായത്തിൽ 3-4 ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ. അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല ഇത്രയും വലിയ പണം. ഇപ്പോ പണം കിട്ടിക്കഴിഞ്ഞാൽ ചെലവാക്കാനായിട്ട് അവരെ പിന്തുണച്ചുകൊണ്ടുള്ള വലിയ ജനകീയ പ്രസ്ഥാനം വേണം. അങ്ങനെ പ്ലാൻ ഉണ്ടാക്കുന്നതും പ്ലാൻ നടപ്പാക്കുന്നതിനും ജനങ്ങളെ പങ്കാളിയാക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ബഹുജന പ്രസ്ഥാനമാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം. അതിന്റെ ഒരു വലിപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 600 പേരെ സംസ്ഥാന തലത്തിൽ പരിശീലിപ്പിക്കാം ഒരു 3 ദിവസം. അവരെ ഉപയോഗപ്പെടുത്തി ഒരു 10,000 പേരെ ജില്ലാ തലത്തിൽ ഒരു 2 ദിവസം. അവരെ ഉപയോഗപ്പെടുത്തി കീഴ്ത്തട്ടില് 1,00,000 പേരെ പരിശീലിപ്പിക്കാം ഒരു ദിവസം വെച്ച്. ഇങ്ങനെ 7 റൗണ്ട് പരിശീലനം കേട്ടോ ഒരു വർഷം നടന്നു. അതിലൂടെ വലിയ രാഷ്ട്രീയ ഇച്ഛ വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന് പിൻവാങ്ങാൻ പറ്റില്ലായിരുന്നു. ആദ്യം പ്രഖ്യാപിച്ച പണം കൊടുത്തില്ലെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായിട്ട് മാറും. അതാണ് ജനകീയ ആസൂത്രണത്തിന്റെ പങ്ക്. നിങ്ങളൊരു പ്രഖ്യാപനം നടത്തുന്നു, അത് വീണ്ടും വീണ്ടും പറഞ്ഞ് ജനങ്ങളെ കണിനിരത്തി സർക്കാരിന് പുറകോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. നിങ്ങൾ യുദ്ധത്തിലാണെങ്കിൽ യു ക്രോസ് ദ ബ്രിഡ്ജ് ദെൻ ഡിസ്ട്രോയ് ദ ബ്രിഡ്ജ്. ജയിച്ച് മുന്നേറാന്നല്ലാതെ പിൻവാങ്ങുന്ന പ്രശ്നമില്ല. ഇതായിരുന്നു ജനകീയ ആസൂത്രണം. ആൻഡ് ഇറ്റ് ട്രാൻസ്ഫോം കേരളാസ് ലോക്കൽ ഗവൺമെന്റ്സ്. ഇന്നും ഇപ്പോ ഇത്രയും വർഷം കഴിഞ്ഞു, 30 വർഷമാകും, 3 പതിറ്റാണ്ടാവും പോകുന്നു. 6 സർക്കാരുകൾ മാറി വന്നു. പക്ഷെ നൽകുന്ന പണത്തില് ഫിനാൻസ് കമ്മീഷന്റെ തീർപ്രകാരമുള്ള പണം ഒരു പൈസ പോലും കുറയ്ക്കാതെ താഴേക്ക് കൊടുക്കും. അന്നുണ്ടായതിന്റെ ഒരു 4 മടങ്ങ് ഉദ്യോഗസ്ഥന്മാര് ഇന്നിപ്പോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലുണ്ട്. ഇന്നിപ്പോ ആശങ്കയൊക്കെ പോയി, കൃത്യമായ ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നിലവിൽ വന്നു. ഇന്ന് കേരള സർക്കാരിന്റെ കീഴ്ത്തട്ടിലെ ആഫീസ് എടുത്താൽ ഏറ്റവും വലിയതും ഏറ്റവും ആധുനികമായ ആഫീസുകള് പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റികളുടെയാണ്. അത്രയും വലിയ മാറ്റം പ്രാദേശിക സർക്കാരുകള് താഴെത്തട്ടിൽ രൂപം കൊണ്ടു എന്ന് പറയാം. ഇതിന്റെ ഫലം എന്താണ്? മൊത്തത്തിലെടുത്താൽ അസറ്റുകള്, റോഡുകള്, അങ്ങനെയുള്ള നിർമ്മാണങ്ങള്, ഇൻക്ലൂഡിങ് പാർപ്പിടം, ഇതിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടായി. 2, സേവനങ്ങള്, അതിന്റെ ഗുണനിലവാരം മെച്ചപ്പെട്ടു. പക്ഷേ ഉൽപാദന മേഖലയിൽ പറയത്തക്ക ചലനം സൃഷ്ടിച്ചിട്ടില്ല. ശുചിത്വം പോലുള്ള ചില മേഖലകളിൽ നമുക്ക് വേണ്ടത്ര മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാറ്റിലുപരി 3 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോ എന്റെ ചട്ടക്കൂടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും പഴയ സ്പിരിറ്റ് ചോർന്നു പോയി. ജനപങ്കാളിത്തം കുറഞ്ഞു വരുന്നു. അതോടൊപ്പം അഴിമതിയും പ്രത്യക്ഷപ്പെടുന്നു. ഇതൊക്കെയാണ് മൊത്തത്തിലുള്ളത്. അതിൽ പൊതുവെ പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളാണ് നഗരപ്രദേശങ്ങളെക്കാൾ മെച്ചപ്പെട്ട് കേരളത്തിൽ കാര്യങ്ങൾ നടന്നു. നഗരപ്രദേശങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവയുടെ വലിപ്പമാണ്.
ഒരു പഞ്ചായത്തിന്റെ പല മടങ്ങില്ലേ ഏത് ചെറിയ നഗരസഭയും. അതിൽ കൊച്ചി കോർപ്പറേഷൻ പോലുള്ള കോർപ്പറേഷൻ എടുത്താൽ ജില്ലയുടെ പാതി വരും. ഇത്രയും വലിയ വലിപ്പം വരുമ്പോ അതിനുതകുന്ന രീതികൾ കൊണ്ടുവന്നില്ലെങ്കിൽ ജനപങ്കാളിത്തം ശുഷ്കമാകാം. പ്രത്യക്ഷ ജനാധിപത്യത്തിനേക്കാൾ ജനപ്രതിനിധികളുടെ തന്നെ ഒരു ഭരണം സംസ്ഥാന തലത്തിലല്ല നഗരതലത്തിൽ വരുന്ന അവസ്ഥയിലേക്ക് വരാം. അങ്ങനെ ഒരു പരിമിതിയുണ്ട് എന്ന് തിരിഞ്ഞു നോക്കും. പക്ഷെ അതുകൊണ്ട് അധികാര വികേന്ദ്രീകരണം ജനായത്തപരമാക്കാൻ നഗരങ്ങളിൽ കഴിയില്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ജനകീയാസൂത്രണത്തെ കുറിച്ച് ഇതുവരെ പറഞ്ഞത്. ജനകീയാസൂത്രണം ഇവിടെ നടക്കുന്ന വേളയിൽ ഏതാനും വർഷം മുമ്പ് തന്നെ ലത്തീൻ അമേരിക്കയിലെ പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ് എന്നും പറഞ്ഞ് നമ്മുടെ ജനകീയാസൂത്രണത്തിന്റെ വേറൊരു പതിപ്പ് വിജയകരമായി നടപ്പാക്കുകയുണ്ടായി. അതിൽ ഏറ്റവും മുന്നിൽ നിന്ന പട്ടണമാണ് പോർട്ടോ അലഗ്രെ. പോർട്ടോ അലഗ്രയിലെ പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ് ലോകത്തിന് തന്നെ ഒരു മോഡലായി മാറി. ഐക്യരാഷ്ട്രസഭ അത് ഇൻസ്റ്റാംബുളിൽ വെച്ച് നടന്ന ഹാബിറ്റാറ്റ് സമ്മേളനത്തിന് ലോകത്തെ ഏറ്റവും മികച്ച മാതൃകയായിട്ട് ഉയർത്തിപ്പിടിച്ചു. അപ്പൊ നഗരങ്ങളിൽ ഈ അധികാര വികേന്ദ്രണവും ജനപങ്കാളിത്തവും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. കാരണം എൻറ്റയർ ഒരു കോണ്ടിനെന്റ് ലത്തീൻ അമേരിക്കയില് നഗരകേന്ദ്രീകൃതമായ വികേന്ദ്രീകരണമാണ് ഫലപ്രദമായിട്ട് നടന്നിട്ടുള്ളത്. അപ്പോ ഇതാണ് ഇന്നത്തെ ഇതിന്റെ ഒരു അവസ്ഥ. ഓരോ മുനിസിപ്പാലിറ്റികളും എടുത്തിട്ടുണ്ടെങ്കിൽ ചില മുനിസിപ്പാലിറ്റികളിൽ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്, ചില സ്ഥലത്ത് നടന്നിട്ടില്ല. എവിടെയാ ഭംഗിയായിട്ട് നടക്കണേ? ഭംഗിയായിട്ട് നടക്കുന്നത് നന്നായിട്ട് പ്രവർത്തിക്കണം എന്ന് താല്പര്യമുള്ള കുറച്ച് ജനപ്രതിനിധികൾ ഉണ്ടാവും. അവരില്ലെങ്കിൽ പിന്നെ പ്രയാസം. രണ്ട്, നഗരത്തിന്റെ വലിപ്പം എല്ലാം എടുക്കുമ്പോ ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും പോരാ. നല്ല ഒരു വിഭാഗം ഉദ്യോഗസ്ഥര് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ്. 3, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒട്ടേറെ വിദഗ്ധര് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെയൊക്കെ പങ്കാളികളാക്കാൻ പറ്റണം പ്രവർത്തനങ്ങളിൽ. സ്വല്പം പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യാന്ന് പറയുന്നത്. കാരണം ഉദ്യോഗസ്ഥർക്ക് അവരെപ്പോഴും ഹൈറാർക്കിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റും. ദേ ആർ കംഫർട്ടബിൾ ഇൻ ദർ ഹൈറാർക്കി. മോളിൽ നിന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പോകാന്നുള്ളതാണ്. അത് വിട്ട് ലാറ്ററലായിട്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അതത്ര എളുപ്പത്തിൽ വരുന്നതല്ല. അപ്പോ ഈ 3 ഘടകങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ നന്നാവുന്നത്, ചില സ്ഥലങ്ങളിൽ മോശമാകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ജനകീയാസൂത്രണ സ്ട്രക്ചർ അവിടെയുണ്ട്. നന്നാവണമെങ്കിൽ നന്നാവുന്ന ഗ്യാരണ്ടി ഒന്നുമില്ല കേട്ടോ. പക്ഷെ നന്നാവണമെന്ന് തീരുമാനിച്ചാൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. കാരണം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആൽസ് എ ഡെമോക്രാറ്റിക് സ്പേസ്. പണമുണ്ട്, നമുക്ക് എന്ത് വേണം എന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാം, അത് ജനങ്ങളോടൊപ്പം ചേർന്ന് നടപ്പിലാക്കാം. സോ ഇന്നോവേഷന്, എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് അതിനൊക്കെയുള്ള വലിയ സാധ്യതകളുണ്ട്. അങ്ങനെ പല മുനിസിപ്പാലിറ്റികളും നൂതനമായിട്ടുള്ള പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്.
സെയിം. ഞാൻ ആലപ്പുഴയിലെ MLA 10 വർഷക്കാലം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ പകുതി എന്റെ മണ്ഡലത്തിലായി. അവിടെ മാലിന്യം വലിയ പ്രതിസന്ധിയായി വന്നു. കാരണം നഗരത്തിലെ മാലിന്യം തൊട്ടുപുറത്ത് ഒരു ഗ്രാമത്തിലുള്ള ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഇടുകയായിരുന്നു പതിവ്. അത് അസാധ്യമായി. ജനത്തിന്റെ എതിർപ്പ് പോലും. അങ്ങനെ 1 വർഷം കൊണ്ട് നഗരം വൃത്തികേടിന്റെ കൂമ്പാരമായി. ആ തോടുകൾ മുഴുവൻ അഴുക്കൊണ്ട് നിറഞ്ഞു. ഈ ഒരു അതാണെങ്കിലോ ഇങ്ങനെ മാറുന്നതോ അവിടത്തെ ഇനി ഭാവിയെ കുറിച്ചുള്ള ഏക പ്രതീക്ഷ ടൂറിസമാണ്. അതിന്റെ കൂമ്പടഞ്ഞു ഇങ്ങനെ പോയാൽ. അതുകൊണ്ട് ഇത് വൃത്തിയാക്കണം. എന്നാ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്ലാന്റും സാധ്യമല്ല. ജനം സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ കിടന്നാലും ജനം സമ്മതിക്കില്ല. സോ വി ഇന്നോവേറ്റഡ് എ സാനിറ്റേഷൻ പ്രോഗ്രാം. ഇന്നേ കേരളത്തിൽ സർക്കാർ അംഗീകരിച്ച് നടപ്പാക്കുന്ന രീതി സമ്പ്രദായങ്ങളിൽ നല്ലൊരു പങ്ക് ആലപ്പുഴ ഇന്നോവേറ്റ് ചെയ്തതാണ്. അതിനെക്കുറിച്ച് എൻ്റെ ഒരു പുസ്തകമുണ്ട്. മാലിന്യം വൃത്തിയാവുന്ന റോഡുകൾ, മാലിന്യമകുന്ന കനാലുകൾ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവിടുത്തെ ഏതാനും ഹെൽത്ത് ഇൻസ്പെക്ടർമാര്, സെക്രട്ടറി ഉണ്ട്. നിങ്ങളൊക്കെ സെക്രട്ടറിമാരായി പോകുന്നവരാണ്. പക്ഷെ ഞാനിപ്പോ സെക്രട്ടറി എടുത്ത് മൂളി വെക്കത്തില്ല. ആവേശപൂർവ്വം ഇറങ്ങിയ ഏതാനും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, മുഴുവൻ ജനപ്രതിനിധികളില്ല കേട്ടോ. മുനിസിപ്പൽ ചെയർപേഴ്സണൊക്കെ അനുകൂലം കുറച്ച് ജനപ്രതിനിധികൾ, ഒത്തിരി സന്നദ്ധ പ്രവർത്തകർ. അവര് ഉറവിട മാലിന്യ സംസ്കരണം, അതിന് വീട്ടിൽ തന്നെ സംസ്കരിക്കുക. അജൈവ മാലിന്യം മുനിസിപ്പാലിറ്റി കൊടുക്കും. വീട്ടിൽ സംസ്കരിക്കുന്ന പറഞ്ഞിട്ട് കേൾക്കാൻ തയ്യാറില്ല. അപ്പോഴാണ് തുമ്പുർമൊഴി എയറോബിക് ബിൻ എല്ലാ വാർഡിലും സ്ഥാപിച്ചത്. വലിച്ചെറിയാൻ പാടില്ല. അവിടെ കൊണ്ടു കൊടുത്ത സംസ്കരിച്ചു. വീട്ടിലെ സംസ്കരണം വേണ്ടത്ര ഫലപ്രദമാവാത്തത് അന്ന് ഞങ്ങളുടെ കയ്യില് ബയോഗ്യാസ് ഉണ്ടായിരുന്നു. ക്യാമ്പയിൻ അവസാനിക്കാറായപ്പോഴാണ് ഇന്നത്തെ കിച്ചൺ ബിൻ ഇന്നോവേറ്റ് ചെയ്തത്. തോടുകളിലേക്കുള്ള ഗ്രേ വാട്ടർ ഒഴുകുന്നത് തടയാനുള്ള ഏർപ്പാട്. അതിന് നൂതനമായ വിദ്യയായിരുന്നു. ഒരു മുനിസിപ്പൽ കോളനി, അതിലെ കക്കൂസുകൾ നവീകരിച്ച് വാട്ട് സമ്പ്രദായ പ്രകാരം അശുദ്ധീകരിച്ച് ശുദ്ധജലം മാത്രം തോട്ടിലേക്ക് വിടുക. ഞാനിപ്പോൾ മുഴുവനും പറയാൻ ഉദ്ദേശിക്കുക, താല്പര്യമുള്ളവർക്ക് ആ പുസ്തകം വായിക്കാം. എങ്ങനെയാണ് ഓവർ എ ഇയർ ഓർ 2 ഈ പറഞ്ഞ ടീം ഒത്തൊരുമിച്ച് ഒരു വികേന്ദ്രീകൃത ഉറവിട മാലിന്യ സംസ്കരണ രീതിക്ക് രൂപം നൽകിയത്. അതിന്റെ ഫലം എന്താണെന്നോ, ഇപ്പൊ ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, CPM ഈ മാലിന്യ സംസ്കരണം രാഷ്ട്രീയമായി ഏറ്റെടുക്കണമെന്ന് തീരുമാനം. അപ്പോ ഇത് എവിടെയെങ്കിലും കാണിച്ച് പഠിപ്പിക്കണമല്ലോ. ആലപ്പുഴയായിരുന്നു എന്റെ പക്ഷം. ഈ വികേന്ദ്രീകൃത രീതി സ്കെയിലപ്പ് ചെയ്യപ്പെട്ടു. അടുത്ത ഇടതുപക്ഷ സർക്കാർ ഈ രീതിയാ വേണ്ടതെന്ന് തീരുമാനിച്ചു. ഇതാ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ദർ ഇസ് എ ഡെമോക്രാറ്റിക് സ്പേസ്. ആ ഡെമോക്രാറ്റിക് സ്പേസിൽ നമുക്ക് ഇടപെടാം, ഇടപെട്ട് ഇന്നോവേറ്റ് ചെയ്യാം. അതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് നാളെ
അത് ദേശവ്യാപകമായിട്ടുള്ള ഒന്നാക്കി മാറ്റാം. ഈ ഇടപെടൽ ഞാൻ ഇതിനെ ഡെമോക്രാറ്റിക് സ്പേസ് എന്നാ പറയാം. അത് കേരളത്തിലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതിന് നേതൃത്വം നൽകുന്ന ഒരു ഉദ്യോഗസ്ഥനാവാം, സന്നദ്ധ പ്രവർത്തനാവാം, ജനപ്രതിനിധിയാവാം. കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് ലാസ്റ്റ് വീക്ക് ഒരു പ്രഭാഷണത്തിൽ ചെന്നൈ പോയിരുന്നു. അപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നോടൊപ്പം ശുചിത്വ പരിപാടിക്ക് നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ആർക്കിടെക്ട് സ്റ്റുഡൻസ് വളരെ സജീവമായിട്ട് ടീം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഒരുപാട് ഈ ആർക്കിടെക്ട് സ്റ്റുഡൻസ് പറയുമ്പോൾ ഡിസൈനാണ് അവർക്ക് കമ്പം മുഴുവൻ. അപ്പോ മാലിന്യം കുന്നുകൂടി കിടന്ന ഒരു സ്ഥലം അത് വൃത്തിയാക്കി സുന്ദരമാക്കി അവിടെ കിടന്ന ഉണങ്ങിയ വീണ് കിടന്ന മരങ്ങൾ മുറിച്ച് ഇരിപ്പിടങ്ങളാക്കി ഡിസൈൻ ചെയ്യുക, വേസ്റ്റ് കല്ലുകട്ട തുടങ്ങിയവ ഉപയോഗിച്ച് ഇൻസ്റ്റലേഷൻ സൃഷ്ടിക്കാം, മാപ്പത്തോൺ കക്കൂസിന്റെ പൊതു കക്കൂസിടങ്ങളെ കുറിച്ച് മാപ്പത്തോൺ നടത്താം. ഇങ്ങനെ പല കാര്യങ്ങള് ഈ കുട്ടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്നത്തെ സംവിധാനം നൽകുന്നുണ്ട്, എക്സ്പെരിമെന്റ് ചെയ്യാൻ. മേയർ പ്രശാന്ത് ആയിരുന്നു. സോ ഈ പെർമിറ്റഡ് എൻകറേജ്ഡ്. അപ്പൊ ചെറിയ പലർക്കും എന്തിനാ ഇങ്ങനെയൊക്കെ ഇടപെടുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ ഞാൻ ചെന്നൈ കണ്ടത് എന്നെ അത്ഭുതപ്പെടുത്തി. ഇവിടെ ചെയ്ത ചെറിയ എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, ഉദയനിധി സ്റ്റാലിന്റെ ട്രിപ്ലിക്കൻ മണ്ഡലത്തിലെ മുഴുവൻ ചേരികളുടെയും നവീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന കുട്ടികളിൽ ചിലർ അവിടെ ടീം ലീഡേഴ്സ് ആണ്. അവരുടെ ഒരു സ്റ്റാർട്ടപ്പ്, അവര് ഇവിടെ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ സ്കെയിലപ്പ് ചെയ്ത് കാണുകയാണ്. എങ്ങനെയാണ് ഒരു ചേരിയെ, ആ ചേരിയൊന്നും കേരളത്തിലില്ല. മഹാരാഷ്ട്രയിൽ ധാരാവി നടക്കുന്നുണ്ട്. ഇന്നിപ്പോ അവിടെ ബഹളമാണ്. 600 ഏക്കർ ഭൂമി അവിടെ അദാനിയെ ഏൽപ്പിക്കുന്നു. അതിന്റെ മോഡൽ എന്താ? ബിസിനസ് മോഡൽ. അവിടെ വലിയ ഹൈറൈസ് ഫ്ലാറ്റുകൾ പണിത് ചേരിയിലുള്ള 1.5 ലക്ഷം ആളുകളെ പുനരധിവസിപ്പിക്കും. അപ്പോഴും കിട്ടും ഏതാണ്ട് പകുതി ഏക്കർ ഭൂമി. അത് കമേഴ്ഷ്യലായി ഡെവലപ്പ് ചെയ്ത് പണം കട്ടും. നഗരത്തിന് പുറത്ത് സോൾട്ട് പാൻസിൽ വേറൊരു 800 ഏക്കർ കൊടുക്കാനും പരിപാടി ഉണ്ട് ഈ പണിക്ക്. Now just come into political control. This is one model, business model. തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്ത് ഈ ബിസിനസ് മോഡൽ അല്ല. They innovated, gave freedom for innovation. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് തിരുവനന്തപുരത്ത് ചെയ്യാൻ പറ്റിയില്ല. അവര് കുട്ടികൾ പഠിച്ചിട്ട് അവിടെ പോയി കാണാൻ അതിനുള്ള പണവും കാര്യങ്ങളും കൂടുതൽ അവിടെയാണ് ലഭ്യമായിട്ടുള്ളത്. ഇൻഫാക്ട് ഇവരുടെ ഈ പ്രവർത്തനം കണ്ടിട്ട് അവര് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ഓൾട്ടർനേറ്റീവ് ചേരി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ടാക്കിയത്. വേറെ ഡിസൈൻ ഈസ് ദ സെന്റർ ഓഫ് ഈ തിരുത്തലുകളുടെ എല്ലാം. സോ ഇതാണ് ഞാൻ ഡെമോക്രസി എന്ന് പറയുന്നത്. ആളുകൾക്ക് ഭരണത്തിൽ ഇടപെടാൻ, എക്സ്പെരിമെന്റ് ചെയ്യാൻ, നല്ല കാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാവാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. സോ ഇതിനുള്ള അന്തരീക്ഷം കേരളത്തിൽ ജനകീയാസൂത്രണം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഐ ഹാവ് ടേക്കൺ ഹാഫ് ആൻ അവർ. യു ക്യാൻ ആസ്ക് മീ എനി ക്വസ്റ്റ്യൻസ്. Rather than me going on a monologue, that would be much better. You ask me questions, I'll respond to your questions. So, sir, thank you very much for that insightful words. ആൻഡ് ഞങ്ങൾ സ്റ്റുഡൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവർ കുറച്ച് ചോദ്യങ്ങൾ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ആ ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കുകയാണ്. സർ, നമ്മൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത് LSG സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു ജോലി തന്നെയാണ്. ഒരു പവർഫുൾ ജോബാണ്. അപ്പോൾ സൊസൈറ്റിയിൽ സാറി പറഞ്ഞ പോലെ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് അല്ലെങ്കിൽ ജനകീയാസൂത്രണം ഈ മേഖലയിലൊക്കെ വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുന്ന ഒരു പവർഫുൾ ബ്യൂറോക്രാറ്റിക് പോസ്റ്റ് തന്നെയാണത്. സോ അത്തരം ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ, കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളോട് സാറിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? ഒന്ന്,
ഈ സെക്രട്ടറിയുടെ പോസ്റ്റ് നഗരങ്ങളിലാവുമ്പോ ഈ പറഞ്ഞ പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ്. ഇപ്പൊ നിങ്ങള് ഒരു കോർപ്പറേഷന്റെ സെക്രട്ടറി ആവുകയാണെങ്കിൽ കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റുകളുടെ ബഡ്ജറ്റിനേക്കാൾ വലിയ ബഡ്ജറ്റാ കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ചെറിയൊരു സംസ്ഥാന ഭരണമാണ് ഒരു വലിയ കോർപ്പറേഷനിൽ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് എ വെരി പവർഫുൾ പോസ്റ്റ്. നൗ ഞാൻ ഈ പറഞ്ഞ ജനകീയാസൂത്രണത്തെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന് നിങ്ങളുടെ അധികാരത്തോടുള്ള ഒരു കയ്യേറ്റമായിട്ട് കാണാം. നിങ്ങൾക്ക് ഈ അധികാരമൊക്കെ നിയമപ്രകാരം കിട്ടിയിട്ടുള്ളതാണ്. ഇനിയിപ്പോ ജനവും സന്നദ്ധ പ്രവർത്തകരും ഇനി അവരോടൊക്കെ മറുപടി പറഞ്ഞ് വിശദീകരണം നൽകി നമ്മുടെ സമയം പാഴാക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെ കാര്യം നല്ല മനുഷ്യരാണെന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങ് ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കാം. രണ്ട്, അങ്ങനെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സെക്രട്ടറിമാരും ചിന്തിക്കുന്നത്. കാരണം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഭരണമാണ് ഇത്ര വലിപ്പം കൊണ്ട് നഗരങ്ങളിൽ സാധ്യമാകും. രണ്ടാമത്തെ മാർഗം, നമ്മുടെ അധികാരത്തിന്റെ റീച്ച് എത്ര വർദ്ധിപ്പിക്കാൻ പറ്റും? നമ്മൾ പറയുന്നതനുസരിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാൻ വലിയൊരു ജനസഞ്ചയം ഉണ്ടെങ്കിൽ that is another approach. Yes. That is another approach. Yes. അപ്പോൾ ജനങ്ങളെയും സന്നദ്ധ പ്രവർത്തകരെയൊക്കെ നമ്മുടെ അധികാരത്തോടുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടല്ല കാണുന്നത്, മറിച്ച് സപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് വീക്ഷിക്കാം, മുൻകൈ എടുക്കാം. ഈ ശുചിത്വം തന്നെ എടുക്കുക. നമ്മൾ എത്ര നിയമം ഉണ്ടെങ്കിലും നഗരം ശുചിയാവില്ല കേട്ടാ. മനുഷ്യന്റെ തലക്കുള്ളിൽ മാറ്റം വരണം, മനുഷ്യന്റെ ബോധം മാറണം. See, that cannot be brought about by orders. എന്ത് റെഗുലേഷൻ വന്നാലും മനസ്സിൽ മാറ്റം വന്നില്ലെങ്കിൽ റെഗുലേഷൻ നടപ്പാവില്ല. അതിന് നമ്മുടെ ചട്ടങ്ങൾക്കപ്പുറം പലതും വേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു 50 വർഷം മുമ്പേ, 50 അല്ല, ഒരു 75 വർഷം മുമ്പ് കേരളത്തില് പ്രഭാത കൃത്യങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് വെളിക്കിറങ്ങാന്നാ പറഞ്ഞത്. വീട്ടിന്റെ ഉള്ളിൽ ആ പരിസരത്തെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സംതിങ് വെരി ഗുഡ്. അത് നമ്മുടെ കൾച്ചർ ആണ് കേട്ടോ. ഓൺ ദ ഹാൻഡ് നിങ്ങൾ വേണമെങ്കിൽ റോമൻ സംസ്കാരം എടുത്തോളൂ. അവിടെ കക്കൂസിൽ പോണത് എല്ലാവരും 40 പേരൊക്കെയാണ്. ഒരേ സ്ഥലത്ത് ഇരുന്ന് ശൗചം ചെയ്യുക, വർത്താനം പറയുക, കോമൺ ബാത്ത്. കൾച്ചറൽ ഇൻഹിബിഷൻ ഇല്ല. ഇങ്ങനെ ഒരു സെന്റർ ആയിട്ട് ചേരികളിലെ ഇത് മാറ്റുന്നു, ശൗചാലയങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് ചെന്നൈ ഞാൻ കണ്ടത്. ദാറ്റ്സ് ആൻ അസൈറ്റ്. ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ വികാരം. ഇത് മാറി നമ്മുടെ വീടിനടുത്തായി, പുറത്തിൽ, പിന്നെ വീടിനകത്തായി. ഇപ്പൊ സ്വീകരണ മുറിയുടെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നതിലല്ലേ അറപ്പുണ്ടാവും. എങ്ങനെ ഈ മാറ്റം വന്നത്? തകഴിന്നും പറഞ്ഞ നോവലിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം തോട്ടിയുടെ മകൻ എന്ന് പറഞ്ഞ് ഒരു നോവൽ എഴുതിയട്ടാ, 52 ആലപ്പുഴയിലെ തോട്ടികളെ കുറിച്ചാണ്. അത് ഈ തോട്ടികളുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ഏർപ്പാടൊക്കെ പരിശോധിക്കുകയാണ്. ഈ മലം ചുമന്നു കൊണ്ടുപോകുന്ന മനുഷ്യർ പാടില്ല എന്നൊരു ചിന്ത ഉണ്ടായതുണ്ടല്ലോ. ഒരു 10 വർഷം കഴിഞ്ഞപ്പോ കേരളത്തിലെ തോട്ടിപ്പണി നിന്നു, നിരോധിക്കേണ്ടിയൊന്നും വന്നില്ല. ഒരു നോവലുണ്ടാക്കിയ വ്യത്യാസം കേട്ടോ. അപ്പൊ ഈ ബോധത്തിൽ മാറ്റം വരുത്തില്ല. അത് നമ്മുടെ ചട്ടം കൊണ്ട് മാത്രമാവില്ല. അതിന് ജനങ്ങളെകളൊക്കെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള വലിയ അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടി വേണം. അതിന് ജനങ്ങൾ പങ്കാളികളാവണ്ടേ. പിന്നെ ഈ ശുചിത്വം നടപ്പാക്കാം. അപ്പൊ ശുചിത്വം നടപ്പാക്കുന്നത് എങ്ങനെയാ?
യു ഹാവ് ഗോട്ട് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് അവരോട് സൂപ്പർവൈസ് ചെയ്യണേ. അതിന്റെ കീഴെ നമ്മുടെ ടെമ്പററി ജീവനക്കാരുണ്ട് എല്ലാ നഗരസഭയിലും. അവരാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ജാതിബോധം വെച്ച് ഈ ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനത്തെ ജനങ്ങൾ മോശമായിട്ടാ കാണണേ. അവർക്കാണെങ്കിൽ അതിന്റെ അധമബോധം അവര് ഉൾക്കൊണ്ടും കൊണ്ടാ പ്രവർത്തിക്കണേ. നൗ ഇത് മാറണം. ഒന്ന്, ഇവര് വേസ്റ്റ് കളക്ടേഴ്സ് അല്ല, വേസ്റ്റ് മാനേജേഴ്സും ടെക്നീഷ്യൻസും ആയിട്ട് മാറണം. ജനങ്ങള് അവരെ അങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങണം. അപ്പോഴല്ലേ മാറുള്ളൂ. നമ്മൾ ഉദ്യോഗസ്ഥര് കീഴ്ത്തട്ടിൽ, അവർ ഉദ്യോഗസ്ഥരാണല്ലോ, ചെയ്യുന്ന പണിയെ ജനങ്ങൾ വേറൊരു രീതിയിൽ വീക്ഷിക്കണം. സോ ഈ മാനസിക പരിവർത്തനം നടത്തുന്നതിന് കോമ്പറ്റീറ്റർ ആയിട്ടല്ല, കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ട് കാണും. സോ ദാറ്റ് ഈസ് അങ്ങനെ ചെയ്യുമ്പോ ഈ പദവിക്ക് അനുസൃതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. യു ക്യാൻ ഇമാജിൻ ബിഗ് തിങ്സ്. യെസ്. യെസ് സർ, താങ്ക് യു ഫോർ ദാറ്റ് ഐഡിയോളജി. കാര്യം ഒരു പവർഫുൾ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ അത് തുറന്നു വരുന്ന പൊട്ടൻഷ്യൽ സാധ്യതകൾ എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് സാറ് പറഞ്ഞത്. അപ്പോൾ വളരെ താങ്ക് യു ഫോർ ദാറ്റ്. സർ, മറ്റൊരു സംശയം, സാറ് നേരത്തെ പറഞ്ഞ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ള സംശയമാണ്. ഈ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാനിങ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയ്ക്ക് നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽകൃത അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് പീപ്പിൾ, സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ ദളിത് വംശജരുണ്ട്. സാറ് നേരത്തെ പറഞ്ഞു ഒരു നോവൽ വരുത്തിയ മാറ്റം, തോട്ടിയുടെ മകൻ ഒരു നോവൽ വന്നപ്പോൾ തന്നെ അത് എത്രത്തോളം വലിയ ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന ഈ ഐഡിയോളജി പാർശ്വവൽക്കൃത സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ എത്രത്തോളം സഹായകരമാകും? കാര്യം സാറിന്റെ തന്നെ പ്രബന്ധത്തിൽ പറഞ്ഞ പോലെ നമുക്ക് വെറും പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് അല്ല വേണ്ടത്, എംപവേർഡ് പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് ആണ്, ശാക്തീകരിക്കപ്പെട്ടിട്ടുള്ള പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ജനകീയ ആസൂത്രണത്തിന്റെ റോൾ ഈ എംപവർമെന്റിന് വേണ്ടിയിട്ട്? അധികാര വികേന്ദ്രീകരണത്തിന്റെ ഒരു ഫലം ഇങ്ങനെയുള്ള മാർജിനലൈസ് സെക്ഷൻസിന് നേരിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പങ്കാളികളാവാൻ പറ്റും എന്നുള്ളത്. ഇൻഡയറക്ട് പാർട്ടിസിപ്പേഷനിൽ അവർക്ക് പങ്കാളിത്തം ഇല്ലെന്ന്. ദേ കനോട്ട് ഗോ ടു MLA, ദേ കനോട്ട് ഗോ ടു നിവേദനമായിട്ട് തിരുവനന്തപുരത്ത് വരെ, അത് നടക്കില്ല. അപ്പോ എങ്ങനെയാണ് ചെയ്തത്? രണ്ട് മൂന്ന് ഉദാഹരണം എടുക്കാം. ഒന്ന്, വിജയകരമായ ഉദാഹരണം, സ്ത്രീകൾ. എന്താ അധികാര വികേന്ദ്രീകരണത്തിൽ ചെയ്തത്? ജനകീയാസൂത്രണം നടക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ബെയ്ജിംഗ് കോൺഫറൻസ്, വിമൻ കോൺഫറൻസ്. അവിടെ വെച്ചാണ് ജെൻഡർ ബഡ്ജറ്റിംഗ്. സോ നമ്മുടെ ജനകീയാസൂത്രണത്തിൽ ജെൻഡർ ബഡ്ജറ്റിംഗ് കൊണ്ടുവന്നു. എന്ത് പ്രൊജക്റ്റിനും ഒരു ജെൻഡർ സ്റ്റേറ്റ്മെന്റ് വേണം. ചുമ്മാ മെക്കാനിക്കൽ ഈ റോഡ് കൊണ്ട് സ്ത്രീകൾക്ക് ഗുണമുണ്ടാവും, അവര് എഴുതണം, എഴുതിയേ പറ്റൂ. കാരണം എന്ത് ചെയ്യുമ്പോഴും അതിന്റെ ജെൻഡർ ആസ്പെക്ട് നോക്കണം എന്നുള്ളൊരു പാഠം പഠിപ്പിക്കാനാണ് വെച്ചത്. 2, 10% പണം സ്ത്രീകൾ നടപ്പാക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾക്കായിരിക്കണം. നൗ ഇത് എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? സ്ത്രീകളുടെ കർമ്മസമിതിയാണ്. ഗ്രാമസഭകളിൽ WCP വിമൻ കമ്പോണന്റ് പ്ലാൻ തീരുമാനിക്കാൻ പ്രത്യേക വേദിയുണ്ട്, സെമിനാറിലുണ്ട്, കർമ്മസമിതിയുണ്ട്. ഇതിലൊക്കെ ഇടപെടാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ വന്ന ഒന്നാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ സ്ത്രീകൾക്ക് എത്ര വലിയ പാർട്ടിസിപ്പേഷനാണ് വേദി ഒരുക്കി കൊടുത്തത്. അതിന്റെ ഫലമായിട്ട് സ്ത്രീ ശാക്തീകരണം ആകെ അങ്ങ് വന്നൊന്നും ഞാൻ അവകാശപ്പെടില്ല. ബട്ട് ഇൻവിസിബിലിറ്റി ഓഫ് ഈസ് ബ്രോക്കൺ. ഇന്ന് എവിടെയും സ്ത്രീയുടെ ഒരു സാന്നിധ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകാം, മരണാടിയന്ത്രങ്ങൾക്കും മറ്റും ചെല്ലാം. പിന്നെ കുട്ടിയെ ആശുപത്രിയിലോ സ്കൂളിലോ കൊണ്ടുപോകാം.
ഇത്രയും സ്പേസ് അംഗീകരിച്ചിട്ടുള്ളൂ നാട്ടെടുപ്പനുസരിച്ച്. ഈ കേരളത്തിലെ ഈ സ്ത്രീകൾക്കെല്ലാം ഒരു പബ്ലിക് സ്പേസ് കിട്ടി. കുടുംബശ്രീയുടെ യോഗത്തിന് ഞായറാഴ്ച തോറും പോവാം, അവിടെ ഇരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ADSന്റെ വാർഷികത്തിന് പോവാം, അല്ലെങ്കിൽ CDSന്റെ പരിപാടിക്ക് പോവാം. എത്ര വലിയ മാറ്റം എന്നറിയാം. ഇറ്റ്സ് ദ ബിഗിനിങ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു. ആൻഡ് ഇറ്റ് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വിജയത്തിന്റെ കഥ. എന്നാൽ ഇതുപോലെ വിജയിക്കാത്ത ഒന്നുണ്ട്, അതാണ് ആദിവാസികളുടെ. നൗ ആദിവാസികൾക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയ നിയമം എന്താ? ഊരുകൂട്ടം തീരുമാനിച്ചാൽ അതിനപ്പുറം തീരുമാനിക്കാൻ പഞ്ചായത്തിന് അധികാരമില്ല, മുനിസിപ്പാലിറ്റിക്ക് അധികാരമില്ല. ഇവരുടെ കർമ്മസമിതി അല്ലെങ്കിൽ വാർഡ് സഭ, ഗ്രാമസഭയിലെ കർമ്മസമിതികളില് പട്ടികജാതിക്കാര് ഇന്നതാ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും കാരണം ബോധിപ്പിക്കണം. ചെയ്യാൻ തീരുമാനിക്കുന്ന ചട്ടവിരുദ്ധമാണെങ്കിൽ, പണം മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അപ്പീൽ ചെയ്യാൻ ജില്ലയിൽ സംവിധാനമുണ്ട്. ഇപ്പൊ ആദിവാസി ഊരുകൂട്ടം തീരുമാനിച്ചാൽ വേറെ ആർക്കും മറിച്ച് തീരുമാനിക്കാം. അതാണ് ഉണ്ടെന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം, പക്ഷെ ഊര് കൂടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഫെസിലിറ്റേറ്ററെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ 10ാം തരം പാസ്സായിട്ടുള്ള കണ്ടെത്താൻ പറ്റും. ഇപ്പോ അവരെ ഫെസിലിറ്റേറ്ററായിട്ട് അദ്ദേഹത്തിന്റെ പണി ഊരുകൂട്ടം നടത്താൻ, കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അവരിൽ തന്നെ ഒരു പുതിയ നേതൃത്വം ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് അതിന്റെ പണവും താഴേക്ക് നൽകി അവര് തന്നെ തീരുമാനിക്കുന്നതല്ലേ മെച്ചപ്പെടും എന്നുള്ളതാണ്. പക്ഷെ ആ രീതിയിൽ മെച്ചപ്പെട്ടിട്ടില്ല. നീണ്ട കഥയാണ് എന്തുകൊണ്ട് മെച്ചപ്പെട്ടിട്ടില്ലെന്നുള്ളത്. അപൂർവം ചില സാധ്യതകൾ കാണിക്കുന്നുണ്ട്, മെച്ചപ്പെടുത്താനുണ്ട്. ആലപ്പുഴ തന്നെ അവിടെ ആദിവാസികളുണ്ട്. 160 കുടുംബമുള്ളോട്ടോ എന്റെ മണ്ഡലത്തില്. ക്യാൻ യു ഇമാജിൻ? 12 കുടുംബങ്ങൾക്ക് പരമദരിദ്രർക്ക് റേഷൻ കാർഡില്ല. അവർക്ക് ഏതാണ്ട് 22 കുടുംബങ്ങൾക്ക് ഹെൽത്ത് കാർഡില്ല. തൊഴിലുറപ്പില്ലാത്തവർ 18 കുടുംബങ്ങൾ. നമ്മളെല്ലാം റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ആണല്ലോ, റൈറ്റ് ആയിട്ട് കരുതുക. ഇങ്ങനെയുള്ള പലതും ഇല്ലാഞ്ഞിട്ടും മെയിൻ സ്ട്രീം സൊസൈറ്റി ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് കണ്ണടക്കുകയാണ്. അവര് മുൻപതിയുണ്ട്, ഇത് മദ്യപാനമാണ്, വളമാണ്, അതുകൊണ്ട് പറഞ്ഞ ഔട്ട്കാസ്റ്റ് പോലെയാണ്. അധികാര വികേന്ദ്രീകരണ സ്വാതന്ത്ര്യം നൽകി പഞ്ചായത്തിൽ വിളിച്ചു, നമുക്ക് നാണക്കേടാണ്. സാറേ ഇവര് കുറച്ച് വെച്ചാലൊന്നും ഒരു പണം ചെലവാവില്ല. പണം ചെലവാകാൻ പോവുകയാണ്. So we said we'll talk to them, each household. എന്താ വേണ്ടത്? ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാൻ ഉണ്ടാക്കി 3 മാസം എടുത്തിട്ടാ ഇവരെല്ലാം വീടുകളിൽ പോകാനായിട്ട്. അപ്പൊ ഓരോരുത്തരുടെ ആവശ്യം വ്യത്യസ്തമാണ്. അങ്ങനെ മൈക്രോ പ്ലാൻ അവിടെ ഉണ്ടാക്കിയതാണ് അതിദാരിദ്ര്യത്തിന് ഇന്നിപ്പോ പ്രതിവിധിയായിട്ട് കേരളത്തിൽ നടപ്പാക്കണ പരിപാടി മൈക്രോ പ്ലാൻ. അപ്പൊ മൈക്രോ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി വരുമ്പോ പുരുഷന്മാർ പങ്കെടുക്കില്ല, അവർക്ക് ഇതൊന്നും താല്പര്യമില്ല. എന്ന് മാത്രമല്ല അവരൊരു എതിർപ്പുമാണ്, സത്യം നടക്കുന്ന കാര്യങ്ങൾ. സോ വാട്ട് യു ഡു? സ്ത്രീകളായിക്കോട്ടെ, സ്ത്രീകൾക്കെല്ലാം തൊഴിൽ വേണം. സോ വാട്ട് ഡിഡ് ഐ ഡു? ഞാനന്ന് കയർ മന്ത്രി കൂടിയാണ്. ഞാൻ പറഞ്ഞു വീട്ടിൽ തൊഴിൽ വരില്ല, ഫാക്ടറി തൊഴിൽ വരും. ഒരു ഫാക്ടറി ഇട്ട് കൊടുത്തു. അവിടെ ഉണ്ടാക്കുന്ന സാധനം എല്ലാം പട്ടികജാതിക്കാരുടെ വർഗക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു ഇന്ത്യ ബോർഡുണ്ട്. അവരോട്ട് കരാറുണ്ടാക്കി അവർക്ക് സപ്ലൈ ചെയ്യും, സർക്കാർ സബ്സിഡൈസ് ചെയ്യും. 1 വർഷക്കാലം ആദ്യം 30 പേര്, അവസാനിച്ച് 60 സ്ത്രീകൾ പണിയെടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ വിഷൻ മാറി, ആറ്റിറ്റ്യൂഡ് മാറി. അവർ മറ്റുള്ളവരെ പോലെ ഭക്ഷണം പാത്രത്തിൽ കൊണ്ടുവരിക, കഴിക്കുക, തിരിച്ചു കൊണ്ടുപോവുക. അവരുപയോഗിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുപയോഗപ്പെടുത്തി വീട്ടിലെ ആരോഗ്യം. അപ്പൊ പുരുഷന്മാർ വന്നു, ഞങ്ങൾക്കും വേണം സഹനസംഘം, ഇവർക്ക് മാത്രം പോരാ. ദിസ് ഈസ് ഹൗ കമ്മ്യൂണിറ്റീസ് ആർ ട്രാൻസ്ഫോം.
ഞാൻ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നല്ല, ഇവിടെ മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷേ ഒരു പൗരന് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്, ഒരു ജനപ്രതിനിധിക്ക് ഇങ്ങനെ വേണം എന്ന് തോന്നിയാൽ സംസ്ഥാന സർക്കാരിനെ സ്വാധീനിച്ച് നടപ്പാക്കുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ, നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യാൻ. സോ ഇത് ഇത്തരത്തിലുള്ള സാധ്യതയുണ്ട്. എവിടെയൊക്കെ പൗരബോധമുള്ളവര്, ഉദ്യോഗസ്ഥരാവട്ടെ, ജനപ്രതിയാവട്ടെ, സന്നദ്ധ പ്രവർത്തകരാവട്ടെ, ഏട്ടപ്പെടുന്നു, നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതിലുണ്ടല്ലോ, സന്നദ്ധ പ്രവർത്തകരാ ചെയ്തേ. കുറച്ചു പേർക്ക് ഇതൊക്കെ നൊസ് കയറുന്നവരുണ്ട്. എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളാണല്ലോ നൊസ്. അപ്പൊ ഇങ്ങനെ വീട് സന്ദർശിച്ച് മൈക്രോ പ്ലാൻ ആകുന്ന ഭയങ്കര ഹരം പിടിച്ച് ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥര്, അടുത്ത കുടുംബശ്രീയുടെ ജെൻഡർ പേഴ്സൺ മോൾജി, സോളിഡ് വേസ്റ്റ്, ഇപ്പം മരിച്ചുപോയി, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിലെ സീനിയർ ഉദ്യോഗസ്ഥയായിരുന്ന ബീന ഗോവിന്ദ്, ഇവർ 2 പേര് നേതൃത്വം നൽകുന്ന 2 ഉദ്യോഗസ്ഥന്മാര്, 10-20 പിള്ളേരും, അതിന് മെഡിക്കൽ കോളേജിലെ കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ എന്ത് വേണമെന്നൊക്കെ പ്ലാൻ എഴുതാൻ നിൽക്കുന്നു. സോ ദിസ് ഈസ് ദ പോസിബിലിറ്റി. ഓക്കെ സർ, ഒരു മൈക്രോ പ്ലാനിങ് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാര്യം കേരളത്തില് സാധാരണ സിവിക് സെൻസ് ഉള്ള ആർക്കും എന്ത് എക്സ്പെരിമെന്റ്സ് നടത്താനുള്ള ഒരു ഡെമോക്രാറ്റിക് സ്പേസ് അത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സാർ, ഈ ഒരു കോണ്ടെക്സ്റ്റിലുള്ള മറ്റൊരു ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഡൗട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്, ഈ മേഖലയിൽ ഇപ്പോൾ യങ് ജനറേഷൻ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജനറേഷൻ ഇതിന്റെ പൊട്ടൻഷ്യൽ കൃത്യമായി മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായ സാധ്യതകൾ അവർ ഉപയോഗപ്പെടുത്തുന്നതിനെ സംശയമുണ്ട്. അതായത് ഞങ്ങൾ ഗവർണൻസിലോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിലോ ഒന്നും ഇടപെടണ്ട, നമുക്ക് അലൂഫ്, ലെറ്റ് സ്റ്റേ അലൂഫ് ഫ്രം ദ മെയിൻ സ്ട്രീം സൊസൈറ്റി, ഇതൊക്കെ അങ്ങ് നടന്ന് പൊക്കോളും എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് പുതിയ ഉള്ളത്. നമുക്ക് എങ്ങനെയാണ് യങ്സ്റ്റേഴ്സിനെ കൂടുതലായും ഈ ജനകീയ ആസൂത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ബിക്കോസ് അവരാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അവരെ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. സാറിന്റെ ആ കാര്യത്തിലുള്ള ഐഡിയോളജീസ് എന്താണ്? ഒന്ന്, ഒരു മൂവ്മെന്റ് ഉണ്ടാവണം. കാരണം മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് അനൗപചാരികതകളുണ്ട്. അനൗപചാരികമാകുമ്പോ പുറത്തുള്ള പിള്ളേർക്കൊക്കെ സ്പേസ് കിട്ടും. അവരുടെ സ്വഭാവ വിശേഷങ്ങളും വട്ടുകളും ഒക്കെ പ്രകടിപ്പിക്കാൻ സന്ദർഭം കൊടുക്കുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ പരിപാടി, ഈ കുട്ടികള് ഡിസൈനേഴ്സ് ആണ്, ആർക്കിടെക്ട് സ്റ്റുഡൻസ് ആണ്. നൗ സകല സാധനങ്ങളും ഡിസൈൻ വെച്ചാ കാണുന്നത്. അപ്പൊ ഒരു സൗന്ദര്യവൽക്കരണം, അപ്പൊ ഇരിപ്പിടങ്ങൾ എങ്ങനെ വേണം, മരത്തിന് ഓരോന്നിനും ഇരിപ്പിടത്തിന്റെ ഇതെന്തായിരിക്കണം, പുറകിൽ മതിലിനോട് ചേർന്ന് പടം വരക്കണം. അതിന്റെ ഫങ്ഷണൽ യൂട്ടിലിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് വലിയ നമുക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അതിനൊക്കെ എന്താ ആവശ്യം, വൃത്തിയാക്കിയാൽ പോരെ, ചവറ് മാറ്റിയാൽ പോരെ എന്ന് ചോദിച്ചാൽ ഈ പിള്ളേരെ കിട്ടത്തില്ല. ഫ്രീഡം. അപ്പൊ ഒരു പൊങ്കാല കഴിഞ്ഞപ്പോ ഈ കുട്ടികളെല്ലാം എന്ന് പറഞ്ഞു, ഈ പൊങ്കാല 2 ദിവസം ഉണ്ടാവില്ല, ഇഷ്ടിക കൊണ്ടുപോകാൻ, ഞങ്ങൾ ഇഷ്ടിക കൊണ്ട് ഇൻസ്റ്റലേഷൻസ് നഗരത്തിലുണ്ടാക്കാം. അപ്പോ ലോറി ബേക്കറുടെ 100ാം ജന്മദിനമാണ്. ഒരുപാട് ആർക്കിടെക്ട്സ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്, ജന്മശതാബ്ദി സമ്മേളനത്തിൽ. അപ്പൊ അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞ്, ഇപ്പൊ നമ്മൾ സാധനം ചിന്തിക്കുന്നില്ല, ഈ ഇഷ്ടി കൊണ്ടൊക്കെ ഇനി വല്ലതും ഉണ്ടാക്കിയൊക്കെ ചുമന്നുകൊണ്ടുപോകാൻ ഇനിയും സമയം വരും, അതൊന്നും വേണ്ടെന്നില്ല. ഫങ്ഷണൽ യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് നോ. നമ്മൾ പറഞ്ഞു ആയിക്കോട്ടെ. എന്തൊക്കെ സാധനങ്ങളാണ് അവര് കിഴക്കേക്കോട്ട മുതൽ കവടിയാറ് വരെയുള്ള എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ സീനിയർ ആർട്ടിസ്റ്റുകളും ആർക്കിടെക്ട്സും ഒക്കെ പങ്കാളികളായി. സംതിങ് ഫാന്റാസ്റ്റിക്. അപ്പൊ ഇവരെങ്ങനെ പങ്കാളികളാക്കാം? പുതിയ തലമുറയായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ പഴഞ്ചന്മാർക്ക് ഇത് മനസ്സിലാവില്ല. സോ ഗീവ് ദം ദ സ്പേസ്, ഫ്രീഡം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആലപ്പുഴ ശുചിത്വ പരിപാടി
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ വെക്കേഷന് വന്ന കുറച്ച് പിള്ളേര് കോവിഡ് കാലത്ത് വന്നവരാ. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ എന്നാ ഒരു സംഘം ഉണ്ടാക്കാം. പേര് തന്നെ അങ്ങനെയാണ്, കനാൽപി, ക്യാൻ ആലപ്പി എന്നുള്ളതാണ് ചോദ്യം. കനാൽപി ആയി. കനാൽപി ഒരു സംഘടന. then അവരെന്ത് ഇൻസ്റ്റോൾ ചെയ്യുന്നു, ഇന്ത്യയിലുള്ള കുട്ടികളെ എല്ലാം ഒരാഴ്ചത്തെ സ്കൂൾ, സാനിറ്റേഷൻ സ്കൂൾ, ടോപ്പ് IIT വരുന്ന വിദ്യാർത്ഥികൾ ആലപ്പുഴ വരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ എല്ലാ തോടുകളും അവർ മാപ്പ് ചെയ്യുന്നു. it goes on. ഇന്നിപ്പോ കനാൽപി ഹാസ് ബിക്കം എ സ്റ്റാർട്ടപ്പ്, രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പ്. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് റീസൈക്കിൾ ബിൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ന് റീസൈക്കിൾ ബിൻ ഒരു കമ്പനിയാണ് ട്ടാ. ആ കമ്പനിയാണ് ചെന്നൈ കാര്യങ്ങൾ ചെയ്യണത്. സി അപ്പം യുവതലമുറയെ ഇതിൽ പങ്കാളികളാക്കണമെങ്കിലേ ഇങ്ങനെയുള്ള ഫ്രീഡം കൊടുക്കണം. ചിലപ്പോ പിള്ളേര് വല്ലതൊക്കെ അതിന് കവിഞ്ഞൊക്കെ ചെയ്യും. ഒക്കെ ഇത് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. ടേക്ക് ഇറ്റ് ഇൻ എ സ്ട്രൈഡ് ആൻഡ് കറക്റ്റ് them. But without that freedom or imagination to run right, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡെഫിനറ്റ്ലി സർ. അത് ഈ വീഡിയോ കാണുന്ന എല്ലാ യങ്സ്റ്റേഴ്സും ഈ ഒരു മെസ്സേജ് ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് യു ഹാവ് ദ ഫ്രീഡം ടു ഡു എനി ഇന്നോവേറ്റീവ് ടാസ്ക് ഇൻ കേരള. സോ അത് മാക്സിമം ആ ഒരു ഫ്രീഡം യൂട്ടിലൈസ് ചെയ്യുക. ബിക്കോസ് ഫ്യൂച്ചർ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ വാട്ട് യു ഡു ടുഡേ. അപ്പൊ ആ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു സർ. സർ നേരത്തെ പറഞ്ഞ പല ആൻസേഴ്സ്, സാർ പല ഇൻസൈറ്റ്സിലും സർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി. കാര്യം ജനകീയ ആസൂത്രണം, മൈക്രോ പ്ലാനിങ്, വേസ്റ്റ് ഡിസ്പോസൽ, ഈ മേഖലയിലൊക്കെ ടെക്നോളജിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണെന്ന് സാർ പറയുന്നു. അപ്പം എമേർജിംഗ് ടെക്നോളജീസ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്ങിലും അല്ലെങ്കിൽ ഫ്യൂച്ചർ കേരള ഡെവലപ്മെന്റിൽ ഇപ്പൊ എമേർജ് ചെയ്ത് വരുന്ന ടെക്നോളജീസ്, ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ബേസ്ഡ് വെതർ ഫോർകാസ്റ്റിംഗ്, അഗ്രികൾച്ചർ പ്ലാനിങ്, ഇതിന്റെയൊക്കെ സാധ്യതകൾ സാറിന്റെ ഒബ്സർവേഷനിൽ എത്രത്തോളം ഉണ്ട്? ഞാൻ ജനകീയ ആസൂത്രണത്തിന്റെ ഒരു പരിമിതി, ഈ ആധുനിക ടെക്നോളജീസ് വേണ്ടത്ര അതിലേക്ക് ഉൾക്കൊള്ളിച്ചു. എന്നാൽ ടെക്നോളജികൾ അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ ഇനിയിപ്പോ നമ്മള് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ യു ഹാവ് ടു തിങ്ക് ഓഫ് ചേഞ്ചിങ് ടെക്നോളജി ഇൻ ദ വേൾഡ്. ഇപ്പൊ സർവീസ് നൽകുന്നത്, സർവീസ് ഡെലിവറി ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഓൺലൈനായിട്ട് മാറുമ്പോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ദാറ്റ് ഇൻപേഴ്സണലായി പോകും. ആരോ ഒരാൾ അപേക്ഷ കൊടുക്കുന്നു, നമ്മൾ കൊടുത്തു പോകും. സോ അതിനപ്പുറത്ത് ഉപഭോക്താവിന്റെ അവിടെ അവരുടെ കൂട്ടായ്മകൾ, കാര്യങ്ങൾ ഉണ്ടാവണം, ഒക്കെ കറന്നു. പക്ഷെ നമ്മള് ഓൺലൈൻ ടെക്നോളജി ഇന്ന് സർവീസ് ഡെലിവറിക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കും. സെക്കൻഡ്ലി, ഇന്നിപ്പോ മാലിന്യ സംസ്കരണം, എന്തെല്ലാം പുതിയ ടെക്നിക്സ് വരുന്നു, പരിശോധിക്കണം. നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതാന്ന്. ഉദാഹരണത്തിന് നമ്മുടെ സെപ്റ്റേജ് ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. നമ്മുടെ എല്ലാ ജലാശയങ്ങളും ഈ കോളി ബാക്ടീരിയ ഉള്ളതായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ സെൻട്രലൈസ് സെപ്റ്റേജ് ആരും സമ്മതിക്കില്ല. തകഴി മാറ്റി അറക്കും കേണും ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട് ബസ്. കൊല്ലത്തേതാണ്ട് പാതിയായിട്ടുള്ളൂ. ഇപ്പോഴും വർക്കിംഗ് ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾ റൈറ്റ്, ജനത്തിന്റെ എതിർപ്പ്. ഞാനേ ബഡ്ജറ്റിലെ ചെറിയ സെപ്റ്റേജ് ആര് സ്ഥാപിച്ചാലും 10 ലക്ഷം രൂപ സമ്മാനം കൊടുക്കുന്നു പഞ്ചായത്തുകൾക്ക്. ആർക്കും കൊടുക്കേണ്ടി വന്നില്ല. നോട്ട് ഈവൻ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരുന്നു. നോ മുനിസിപ്പാലിറ്റി ക്ലെയിം ഇറ്റ്. അത്രക്കാണ് എതിർപ്പ്. ഓക്കെ, വാട്ട് യു ഡു? സോ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുമ്പോഴല്ലേ എതിർപ്പ്. ചെലവ് കൂടും. ബട്ട് യു ക്യാൻ ഹാവ് മൊബൈൽ ടെക്നോളജി. ഞാനിത് ആദ്യമായിട്ട് കണ്ടത് ആലപ്പുഴ ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോ
കക്കൂസൊക്കെ നിറഞ്ഞു കഴുകി മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാതെ. ഈ സ്കൂളിലെ കക്കൂസൊക്കെ കപ്പാസിറ്റി ഇത്രയല്ലേ ഉള്ളൂ. എന്ത് ചെയ്യൂ ഇത് മാനുവലായിട്ട് സക്കൗട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് എവിടെ ചെയ്യണേ? വി ഫോഴ്സ്ലി ഓപ്പൺഡ് അപ്പ് അവിടുത്തെ യുണൈറ്റഡ് ബ്രൂവറീസിന്റെ തുറന്ന് അവിടുത്തെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഇത് മുഴുവൻ കൊണ്ടടിച്ച് ക്രൈസിസ് മാനേജ്മെന്റിന് വേണ്ടി എടുത്ത് ഉപയോഗിച്ചു. പക്ഷെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് ദിണ്ടുകലിൽ നിന്ന്, എന്റെ പേര് ഞാൻ പറഞ്ഞു, ടാങ്കർ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ട്രീറ്റ് ചെയ്യും. ശുദ്ധ വെള്ളം പുറത്തോട്ട് പോകത്തുള്ളൂ. സ്ലഡ്ജ് ഉണ്ടാവും, പിന്നെ കൊണ്ടുപോയി കമ്പോസ്റ്റ് ചെയ്താൽ മതി. നൗ ദിസ് ഈസ് അവൈലബിൾ. ഇതിന്റെ പല വകഭേദങ്ങളുണ്ട്. ഇഫ് യു ഹാവ് എ ഹാക്കത്തോൺ, നമ്മുടെ പിള്ളേര് നല്ല സ്റ്റൈലായിട്ടാണ് കാര്യത്തിൽ യൂസ് ദ മോഡേൺ ടെക്നോളജി. മറ്റേത് അയ്യോ സ്റ്റെപ്പ് സമ്മതിക്കുന്നില്ല, നമ്മൾ തലറിഞ്ഞിരിക്കലല്ല. ദാറ്റ് പണമുണ്ട്, മുനിസിപ്പാലിറ്റിക്ക് പണത്തിന് വല്ല കുറവുണ്ടോ? ആ വേൾഡ് ബാങ്കിന്റെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ പണം ചെലവാക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുക. യു ഡിസൈഡ് ടു ബൈ ഒരു 4 സെപ്പറേറ്റ് വണ്ടികൾ, മൊബൈൽ. ഇതിന്റെ ഗുണം എന്താ? കൊള്ളയാണ് നടക്കുന്നത്. ഇത് ഇവിടെ നിന്ന് സക്ക് ചെയ്ത് നമ്മുടെ തോട്ടിൽ കൊണ്ട് തട്ടുന്നതിന് പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഇത് തീർന്നു. ഒരു യൂബർ മോഡലില് ഈ നഗരത്തിൽ ഉണ്ടാവും. എവിടെയെങ്കിലും ഫോൺ ചെയ്താൽ അപ്പ വീട്ടിൽ വരും, സക്ക് ചെയ്യും, ട്രീറ്റ് ചെയ്യും, പോകും. സോ യൂബർ സിസ്റ്റം. തിരുവനന്തപുരത്ത് മാലിന്യം കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഇതുപോലത്തെ സംവിധാനം വന്നിട്ടുണ്ട്. സെൻട്രലൈസ് ട്രീറ്റ്മെന്റാ. കളക്ഷൻ ഇങ്ങനെ മാറ്റാം. ഇതാണ് ടെക്നോളജി. ഇങ്ങനെ ഓരോ കാര്യത്തിലും നിങ്ങളുടെ പുതിയ സംരംഭങ്ങൾ എല്ലാവരും മസ്റ്റ് ബി മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഇന്നോവേഷൻസ്. സോ ഇനി അധികാര വികേന്ദ്രീകരണം, കീഴ്ത്തട്ട് ടെക്നോളജി, പഴയ ടെക്നോളജി, ഇന്റർമീഡിയറ്റ് എന്നുള്ള പേരൊന്നും പറയാൻ പറ്റില്ല. ഐ സ്റ്റാൻഡ് ഫോർ മോസ്റ്റ് മോഡേൺ ടെക്നോളജി. ടേക്ക് ഫോർവേഡ്. ഡെഫിനറ്റ്ലി സാർ, അതൊരു പുതിയൊരു അറിവായിരുന്നു. വി ഹാവ് ദ റിസോഴ്സ്, പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസിന്റെ പ്രശ്നമാണെന്ന് വളരെ ഒരു പുതിയൊരു അറിവായിരുന്നു. സാർ, ഒരു ഫൈനൽ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. നമ്മുടെ ഷുവർ സാർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാർ ബിസി ആണെന്ന് അറിയാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോ സാർ പറഞ്ഞ മൈക്രോ പ്ലാനിങ്, സാർ പറഞ്ഞ മൈക്രോ പ്ലാനിങ്, അതിന്റെ സാറിന്റെ എസ്സേയിൽ തന്നെ ഞങ്ങൾ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാനിംഗ് ഏറ്റവും ഇന്റഗ്രൽ കമ്പോണന്റ് ഗ്രാമസഭാ ലെവലുകളിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ലോക്കൽ ലെവൽ പ്ലാൻസ് സൃഷ്ടിച്ചിട്ട് അത് ബ്ലോക്ക് ലെവൽ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ലെവലിൽ ഹൈ ലെവൽ പ്ലാനുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതൊരു ഹോൾ പ്രോസസ് ആണ്. മൈക്രോസ്കോപ്പിക് ഡേറ്റ കളക്ട് ചെയ്തിട്ട് മാക്രോ ലെവൽ ഇംപ്ലിമെന്റ് ചെയ്യാണ്. സാറിന്റെ ഒരു ഒബ്സർവേഷനിൽ ഇതിലൊരു ബോട്ടിൽ നെക്ക് അല്ലെങ്കിൽ ഈ ഒരു ലോങ് പ്രോസസ്സിൽ ഏത് ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു ബോട്ടിൽ നെക്ക് ഫേസ് ചെയ്യുന്നത്? അത് ഗ്രാമപഞ്ചായത്ത് ലെവലിലെ പ്ലാൻ സൃഷ്ടിക്കുന്ന രംഗത്താണോ, അതോ ബ്ലോക്ക് ലെവൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലെവൽ സിറ്റുവേഷനിലാണോ, ഹൈ ലെവലില്? See, you have to view this as a multi-level planning process. ഗ്രാമപഞ്ചായത്തില്, ബ്ലോക്ക് പഞ്ചായത്തില്, ജില്ലയില്, സംസ്ഥാന തലത്തില്. Now, ഇങ്ങനെ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ then integration is very very important. ഇവരെല്ലാവരും പ്ലാൻ പാരലായിട്ട് വെച്ചിരിക്കുക. നമ്മൾ അങ്ങനെ പറഞ്ഞത് ചെയ്യാൻ. എന്തുകൊണ്ടാ? ഈ കേന്ദ്രീകരണത്തെ തകർക്കാനാണ് ഈ പ്ലാനിങ് കൊണ്ടുവന്നേ. അപ്പൊ നിങ്ങൾ മോളിൽ നിന്ന് ഗൈഡ് ലൈൻസ് കൊടുത്തോ ചെയ്തോ പിടിച്ചോ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പഴയ തിരിച്ചു വരും. അതുകൊണ്ട് നമ്മൾ ഭയങ്കര വാശിക്ക് പാരലായിട്ട് നടന്നോ, നിങ്ങൾ ഒരാളുടെ മുകളിലല്ല എന്നൊക്കെയുള്ള സിദ്ധാന്തം എടുത്തു. ബിക്കോസ് അതായിരുന്നു മെയിൻ ഇഷ്യൂ. അപ്പോഴെന്ത് പറ്റി? ഡ്യൂപ്ലിക്കേഷൻസ് തന്നെ. 3 പേരും പോയി ഒരേ സ്ഥലത്ത് പച്ചക്കറി തുടങ്ങി. ബ്ലോക്കിന്റെ പച്ചക്കറി, ജില്ലാ പഞ്ചായത്തിന്റെ പച്ചക്കറി, സംസ്ഥാനത്തിന്റെ പച്ചക്കറി, ഇതെല്ലാം ഒരു പ്ലോട്ടിലല്ലേ നടേണ്ടത്. സോ ദർ ആർ ഡ്യൂപ്ലിക്കേഷൻ, ദർ ആർ കോൺട്രഡിക്ഷൻസ്. ഒരാള് കുളം നികത്താൻ വരും, കളിസ്ഥലം ഉണ്ടാക്കാൻ. വേറൊരാള് വാട്ടർഷെഡ് മാനേജ്മെന്റ് ഭാഗമായിട്ട് കുളം പുനരുദ്ധരിക്കാൻ വരുന്നത്. ദർ ക്യാൻ ബി കോൺട്രഡിക്ഷൻസ് ആൻഡ് ദർ ക്യാൻ ബി ഗ്യാപ്സ്. എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്, nobody has got marketing services. അപ്പൊ ഇത് കണ്ടുപിടിച്ചത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത് നമ്മളിപ്പോഴും പഠിച്ചിട്ടില്ല. That's for the failure.
ഡിസ്ട്രിക്ട് പ്ലാൻ, ദാറ്റ് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. ഇതെല്ലാം ചേർത്ത് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും 3 പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ചേർത്ത് ഡിസ്ട്രിക്ട് പ്ലാൻ ഉണ്ടാക്കണം. നഗരമാണെങ്കിൽ പ്രാന്തപ്രദേശങ്ങൾ ചേർത്ത് മെട്രോപൊളിറ്റൻ പ്ലാൻ ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ ഈ ഡിസ്ട്രിക്ട് പ്ലാനേ വരാത്തതുകൊണ്ട് മെട്രോപൊളിറ്റൻ പ്ലാനിനെ കുറിച്ച് ഞാൻ വലിയ പ്രോത്സാഹനം നൽകിയില്ല. വേറൊന്നുമല്ല, വി ഹാവ് നോട്ട് ലേൺഡ് ഹൗ ടു ഇന്റഗ്രേറ്റ് തിങ്സ്. ഇതാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് ഫോൾട്ട്. ഇന്നത്തെ ഏറ്റവും വലിയ വീക്ക്നെസ്സുകളൊന്ന് ഫലപ്രദമായിട്ടുള്ള ഡിസ്ട്രിക്ട് പ്ലാൻ. അത് വലിയ ജനകീയ പങ്കാളിത്തത്തിന്റെ പ്രശ്നമല്ല കേട്ടോ, പക്ഷെ ടെക്നിക്കലാണ്, എക്സ്പെർട്സ് ആണ്, സന്നദ്ധ പ്രവർത്തകരൊക്കെ കൂടി ചെയ്യേണ്ട കാര്യമാണ്. ആ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഐ തിങ്ക് വിൽ സ്റ്റോപ്പ് ഹിയർ. നിങ്ങൾക്ക് ഒരു പുസ്തകം കൂടി പരിചയപ്പെടുത്തട്ടെ. ഇത് മാറുന്ന കനാലുകൾ, മാലിന്യമകലുന്ന തെരുവുകൾ എന്ന് പറഞ്ഞ് ആലപ്പുഴയിലെ സാനിറ്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരണമാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, നിങ്ങള് സെക്രട്ടറിമാരല്ലേ, എങ്ങനെയാണ് ഒരു നഗരത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും എല്ലാം ചേർന്ന് ഒരു കാര്യം ചെയ്യാൻ പഠിച്ചത് എന്നുള്ളതാണ്. ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. സോ ഇൻഫാക്ട് നിങ്ങൾ ഒരു കഥ പോലെ വായിക്കാം, മണ്ടത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇവിടെ ചിത്രങ്ങളുണ്ട്, അതെല്ലാം ലോറി ബേക്കറുടെയാണ്. ലോറി ബേക്കർ ഒരിക്കൽ ആലപ്പുഴ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അശ്രീകാരം ചില കെട്ടിടങ്ങളൊക്കെ പൊന്തി വരികയാണ് ഓരോ സ്ഥലത്ത്. സോ അദ്ദേഹം ഇതൊക്കെ പടം വരച്ചു. ഈ കെട്ടിടം ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ സുന്ദരമായിരുന്നു, ഈ കെട്ടിടം വന്നപ്പോ എത്ര ബോറായി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആണ് ഞങ്ങൾ ചിത്രീകരണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പെർഹാപ്സ് ദിസ് മേ ബി വെരി ഇൻട്രസ്റ്റിംഗ് ടു യു. ഇത് ചിന്തയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ. ഡെഫിനറ്റ്ലി സർ, താങ്ക് യു ഫോർ ദ വാല്യുബിൾ ടൈം. സാറിനെ ആക്ച്വലി വിടാൻ ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് മനസ്സില്ല, ഇന്നലെ സാർ ബിസി ആണെന്ന് അറിയാം. അതുകൊണ്ട് വളരെ നന്ദി സാർ. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് രനിൽ രാജു സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് അദ്ദേഹം കൺവേ ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി റനിൽ സാറിന്റെ ഒരു ഐഡിയ തന്നെ ആയിരുന്നു ഈ ഒരു പ്രോഗ്രാം. ബിക്കോസ് ഈ ഒരു മേഖലയുടെ ഡിസ്കഷൻ നടന്നപ്പോഴത്തേക്ക് അദ്ദേഹമാണ് ദ ബെസ്റ്റ് ഐഡിയ, ഇത് ബ്രെയിൻ സ്റ്റോം ചെയ്ത ബെസ്റ്റ് ഐഡിയ അദ്ദേഹം തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. സോ റനിൽ സാർ. സാർ ഞാനിവിടെ ഉണ്ട്. ഓക്കെ സാർ, പ്ലീസ് ഹാൻഡ് ഓഫ്. ഹായ്, യെസ്, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാറ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ LSD സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ജനകീയ ആസൂത്രണം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് പഠിപ്പിക്കുവാൻ, നമുക്കത് പറഞ്ഞു തരുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി തോമസ് ഐസക് സാർ ആണ് എന്ന് ഞാൻ തന്നെയായിരുന്നു അനുദീപ് സാറിനോട് പറഞ്ഞിരുന്നത്. അപ്പം അനുദീപ് സാറും നമ്മളോട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ തന്നെ അപ്രോച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഐസക് സാറിനെ കഴിഞ്ഞ ദിവസം പോയി കാണുകയും നമ്മളൊരു അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ചെയ്തു. ഐസക് സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ ക്ലാസ് മുഴുവൻ ഇരുന്ന് കേൾക്കുകയായിരുന്നു. അപ്പം സാറ് ജസ്റ്റ് ഒരു പുസ്തകത്തിൽ വായിച്ചെന്നും മറ്റ് പല അധ്യാപകരും എടുക്കുമ്പോൾ അവരൊരു പുസ്തകത്തിൽ വായിച്ചത് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ഐസക് സാർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത കാര്യവും അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്ത കാര്യവുമാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ക്ലാസ് കേട്ടവർക്ക് കിട്ടിയിട്ടുള്ള ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. അത് എനിക്ക് അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. സോ യു പീപ്പിൾ ആർ വെരി ലക്കി have such a knowledgeable person like Thomas Isaac sir as a resource person. So ഞാനപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് ഐസക് സാറിന് ഒരു നന്ദി പറഞ്ഞുകൊള്ളുന്നു. We are always happy and we are very lucky sir to have you as our resource person. Thank you very much sir. പിന്നെ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മുടെ ഈ ഒരു പോസ്റ്റർ നമ്മൾ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് തന്നെയാണ് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്തു. സോ അതിലും നമ്മൾ വളരെ ഹാപ്പിയാണ്. ആൻഡ് ഐ താങ്ക് ഓൾ ഓഫ് യു. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ അനുദീപ് സാറിന് ഹാൻഡ് ഓവർ ചെയ്യും. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു സർ. Thanks again sir, thank you so much, thank you all, thank you.